ഹായ് ഓൾ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഈ ആഴ്ചത്തെ നോമിനേഷൻ കഴിഞ്ഞു. 13 പേരാണ് ഇത്തവണ നോമിനേഷനിലുള്ളത്. നൂറയ്ക്കും ജിഷ്ണുവിനും നോമിനേഷൻ ഫ്രീ കാർഡ് കിട്ടിയിരുന്നു. ഇവരെ കൂടാതെ ഒനീൽ, ജിസൈൽ, ഷാനവാസ് എന്നിവരാണ് ഇത്തവണത്തെ നോമിനേഷനിൽ ഇല്ലാത്തത്. നൂറയുടെ ഡയറക്റ്റ് നോമിനേഷനിലൂടെ ആര്യൻ ഇത്തവണ നോമിനേഷനിൽ വന്നു. തുടർക്കഥ ടാസ്കിലൂടെ ലക്ഷ്മി, മസ്താനി, പ്രവീൺ, സാബുമാൻ എന്നിവർ ഡയറക്റ്റ് നോമിനേഷനിൽ വന്നു. ഇത്തവണ ഏറ്റവും കൂടുതൽ പേര് നോമിനേറ്റ് ചെയ്തത് ആദിലയാണ്. 7 പേരാണ് നോമിനേറ്റ് ചെയ്തത്. ബിന്നിയെ 5 പേര് നോമിനേറ്റ് ചെയ്തു. അഭിലാഷ്, അനുമോൾ, റെന എന്നിവർക്ക് 4 വോട്ടുകൾ വീതം കിട്ടി. 2 വോട്ടുകൾ മാത്രം കിട്ടി ഞെട്ടിച്ചത് അക്ബർ, അനീഷ്, നെവിൻ എന്നിവരാണ്. ഈ നോമിനേഷനിൽ വന്നതിനകത്ത് ഒരാളുടെ കാര്യം എനിക്ക് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. അഭിലാഷിൻ്റെ കാര്യമാണ്. അഭിലാഷ് ഒരു സൂത്രശൈലിയാണ്. ഒരു കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ 4 പേരുടെ അടുത്ത് 4 രീതിയിൽ പറയുന്ന ഒരാളായിട്ടാണ് തോന്നിയിട്ടുള്ളത്. നോമിനേഷന് ശേഷം അവിടെ ഭയങ്കര ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒട്ടും സഹിക്കാൻ പറ്റാതെ പൊട്ടിപ്പോയത് അഭിലാഷാണ്. അതിനകത്ത് ഇപ്പോൾ ഒട്ടും സഹിക്കാൻ പറ്റാതെ വന്നിരിക്കുന്നത് അഭിലാഷിനാണ്. അഭിലാഷിന് 4 പേര് നോമിനേറ്റ് ചെയ്ത് പുള്ളിക്ക് വർക്കായിട്ടില്ല. അഭിലാഷിനെ നോമിനേറ്റ് ചെയ്തത് ആദില, റെന, നെവിൻ, ജിസൈൽ എന്നിവരാണ്. ഈ അഭിലാഷിന്റെ ഒരു ട്രാക്ക് നോക്കി ആദ്യത്തെ ആഴ്ച പുള്ളി ഭയങ്കര അഗ്രഷനായിരുന്നു. അതിനുശേഷം ലാലേട്ടൻ പറഞ്ഞതിന് ശേഷം പുള്ളി നന്മവരൻ ട്രാക്ക് അങ്ങ് പിടിച്ചു. നിലവിൽ ആ ട്രാക്കിൽ കൂടെ നൈസായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ചില ടാസ്കുകൾ പരാജയപ്പെടുമ്പോഴും ചില സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും പുള്ളിയുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോകും. പുള്ളി അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പോയി കാര്യങ്ങൾ പറയാറുണ്ട്. ഉറക്കി കിട്ടിയ പവറുകൾ കൊടുക്കാതിരുന്ന സമയത്ത് അത് സ്പോർട്സ്മാൻ സ്പിരിറ്റിലാണ് കാര്യങ്ങൾ എടുത്തതെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ഒറ്റയ്ക്ക് മാറിയിരിക്കുന്നതും വിഷമിച്ച് കിടക്കുന്നതും പലരോടും പലതും പോയി പറയുന്നതും ഒക്കെ നമ്മൾ കേട്ടതാണ്. പക്ഷേ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ നേരെ തിരിച്ചാണ് പറഞ്ഞത്. ശരിക്കും ലാലേട്ടൻ അതിനെപ്പറ്റി കൂടുതലൊന്നും ചോദിക്കാതിരുന്നത് അഭിലാഷിൻ്റെ ആ ഒരു ഗെയിം നമുക്കൊന്ന് എക്സ്പോസ് ചെയ്ത് തന്നാണ്. അഭിലാഷ് അത്യാവശ്യം പരദൂഷണം പറയാറുണ്ട്. 4 പേരുടെ അടുത്ത് 4 രീതിയിൽ കാര്യങ്ങൾ പറയാറുണ്ട്. ലൈവ് കണ്ടവർക്ക് എന്തായാലും അത് നേരത്തെ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇത്തവണ ഒനിയിൽ നോമിനേഷനിൽ വരാതെ പുള്ളിക്ക് പറ്റിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം അഭിലാഷിന് 2 വോട്ടോ ഉണ്ടായിരുന്നുള്ളൂ. ഇത്തവണ 4 വോട്ടായി എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഓവർ നന്മവരം പുള്ളി മാറ്റി പിടിച്ചേക്കുന്ന ഒരു പരിപാടിയാണ്. ഫേക്ക് സാധനമാണ് അത്. പുള്ളിയുടെ കയ്യിൽ നിന്ന് പോകണമെന്ന് ഒരുപാട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഗ്രൂപ്പിൽ ഇല്ലെന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പിൽ നിൽക്കാറുണ്ട്. ഗ്രൂപ്പ് മാറാറുണ്ട്. ഒറ്റയ്ക്കാണ് കളിക്കുന്നതെന്ന് പറയാറുണ്ട്. പക്ഷെ ഒറ്റയ്ക്കല്ല, പല ഗ്രൂപ്പിലും പുള്ളി മെമ്പറാണ്. ഇപ്പോൾ വൈൽഡ് കാർഡുകളോട് ചെറിയൊരു ചായവുണ്ട്. കഴിഞ്ഞ ദിവസം നൂറ ടാസ്ക് ജയിച്ചതും അതിനുശേഷം ആ പവർ കൊടുക്കാതിരുന്നപ്പോഴും പുള്ളി ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്തു എന്നൊക്കെ പറഞ്ഞെങ്കിലും പലരുടെ അടുത്ത് പുള്ളി അതിന്റെ വിഷമവും സഹിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം അതിലേനെ നൂറേനൊക്കെ പറ്റി ഓരോന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അനുമോളെ നൈസായിട്ട് സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിലും വലിയൊരു ദുരന്തം കോമഡി എന്താ അറിയോ? ഈ നോമിനേഷൻ വന്ന സമയത്ത് റീസൺസ് പറയുന്നതിന്റെ കൂട്ടത്തിൽ പെങ്ങളൂട്ടി കാർഡ് ഇറക്കിയതിനെ പറ്റി പറഞ്ഞിരുന്നു. അത് ശരിക്കും മസ്താനി റെനയെ പറ്റി പറഞ്ഞാണ്. ചേട്ടായിമാരുടെ അടുത്ത് പെങ്ങളൂട്ടിയായിട്ട് നിൽക്കുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷെ കോമഡി എന്താണെന്ന് വിചാരിച്ചാൽ അഭിലാഷ് വിചാരിച്ചിരിക്കുന്നത് പെങ്ങളൂട്ടി പരിപാടി പറഞ്ഞത് അനുമോളെ അഭിലാഷിനെ ഉദ്ദേശിച്ചിട്ടാണെന്നാണ്. ഇനി ഈ പെങ്ങളൂട്ടി പരിപാടി പുള്ളിയുടെ ആഗ്രഹമാണോന്നറിയില്ല. അഭിലാഷ് വിചാരിച്ചിരിക്കുന്നത് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടും വൈൽഡ് കാർഡ്സിന്റെ കൂടെ കൂടിയത് കൊണ്ടുമാണ് എല്ലാവരും നോമിനേറ്റ് ചെയ്തതെന്ന്. പക്ഷെ ആക്ച്വലി എല്ലാവർക്കും മനസ്സിലായത് പുള്ളിയുടെ ഒരു പരദൂഷണമാണ്. ഉള്ളിൽ നൈസായിട്ട് ഗ്രഡ്ജ് ഉണ്ടെന്നും പലർക്കും മനസ്സിലായിട്ടുണ്ട്. പ്രത്യേകിച്ച് അത് അതിലേക്ക് എടുത്ത് പറയുന്നുണ്ടായിരുന്നു. ജിസൈൽ അഭിലാഷിനെ നോമിനേറ്റ് ചെയ്യാൻ നേരത്തെ റീസൺസ് പറഞ്ഞത് സേഫ് ഗെയിം ആണ്, കണ്ണിങ് ആണ്, നോ ഫ്രണ്ട്ഷിപ്പ്, നോ ലോയൽറ്റി എന്നാണ് പറഞ്ഞത്. അത് കൃത്യമാണ്. പുള്ളി കാര്യം കാണാൻ വേണ്ടി കൃത്യമായിട്ട് അവിടെ ഇവിടെയും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്ന അറിയാം. അതിന്ന് ഷാനവാസും എടുത്തു പറഞ്ഞിരുന്നു. നെവിൻ അഭിലാഷിനെ പറ്റി പറഞ്ഞത് സേഫ് ഗെയിമർ ആണെന്നും കാര്യങ്ങളൊക്കെ വഴിതിരിച്ചു വിടുന്നുണ്ടെന്നുമാണ്. അത് ഓരോരുത്തരുടെ അടുത്ത് നിന്ന് ഓരോ രീതിയിൽ പറയുന്നതിനെ പറ്റിയാണ് നെവിൻ ഉദ്ദേശിച്ചത്. റെന അഭിലാഷിനെ പറ്റി പറഞ്ഞത് ഡിപ്ലോമാറ്റിക് ആയിട്ട് എന്നിട്ട് സ്ക്രൂ കയറ്റി കൊടുക്കുന്നതാണ്. ഡയറക്റ്റ് ആയിട്ട് അയാളുടെ അടുത്ത് പോയി പറയില്ല, മറ്റുള്ളവരുടെ അടുത്ത് പോയി സ്ക്രൂ കയറ്റി കൊടുക്കുമെന്നാണ് പറഞ്ഞത്. പിന്നെ എല്ലാവരുടെയും ഫേവററ്റ് ബോയ് ആണെന്നുള്ള രീതിയിൽ നിൽക്കും, ഇൻഡിവിജ്വൽ പ്ലെയർ ആണെന്നുള്ള രീതിയിൽ നിൽക്കും. പക്ഷെ പുള്ളി പല ഗ്രൂപ്പിലെയും മെമ്പർ ആണെന്നുള്ളതും നമുക്കറിയാവുന്ന കാര്യമാണ്. അതിൽ ഒരുപാട് സമയമെടുത്താണ് പറഞ്ഞത്. സേഫ് ഗെയിം ആണെന്ന് പറഞ്ഞു. നൂറായിട്ടുള്ള ഒരു ഗെയിമിന് ശേഷം അഭിലാഷിൻ്റെ ആ ഒരു ചേഞ്ചസ്, പുള്ളിയുടെ മനസ്സിൽ ഗ്രഡ്ജ് ഉള്ളതായിട്ടും പല പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്നതായിട്ടും പലരുടെ അടുത്ത് വേറെ കാര്യങ്ങൾ പോയി പറയുന്നതായിട്ടും ഒക്കെ അതിലെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിരുന്നു. ഇനി അഭിലാഷിൻ്റെ ആ ഒരു പരിപാടി എല്ലാവരും മനസ്സിലാക്കി തുടങ്ങി എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പുള്ളിയുടെ ഗെയിം ഈ ഒരാഴ്ചയിലെങ്കിലും എക്സ്പോസ് ആവട്ടെ എന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ള വിശേഷങ്ങളുമായി പിന്നീട് കാണാം. താങ്ക്